ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ആക്രമണം തുടരുമെന്ന് ഖത്തറിന് ഇസ്രായേലിന് മുന്നറിയിപ്പ്. ഭീകരർക്ക് സംരക്ഷണം നൽകുന്നവരെ അംഗീകരിക്കാനാകില്ലെന്നും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഇസ്രായേലിന് ചെയ്യേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു താക്കീത് നൽകി. 72 മണിക്കൂറിനിടെ 6 രാജ്യങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഗൾഫ് മേഖല അപകടത്തിലാണെന്നും കൂട്ടായ പ്രതികരണം ആവശ്യമെന്നും ഖത്തർ പ്രതികരിച്ചു. ഖത്തറിനെതിരായ ആക്രമണത്തിൽ അന്താരാഷ്ട്ര തലത്തിലും അറബ് രാജ്യങ്ങളിൽ നിന്നും കടുത്ത വിമർശനമുയരുമ്പോഴും വീണ്ടും ആക്രമണം കടുപ്പിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ. ഹമാസ് നേതാക്കളെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഇനിയും ആക്രമണം ശക്തമാക്കും. ഭീകരവാദത്തിന് സംരക്ഷണം നൽകുന്ന രാജ്യങ്ങളെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. ഭീകരരെ ഖത്തർ പുറത്താക്കുകയോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയോ ചെയ്യണം. അല്ലാത്തപക്ഷം ഇസ്രായേലിനത് ചെയ്യേണ്ടി വരുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ താക്കീത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ 6 രാജ്യങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗസ, യമൻ, ലബനൻ, ടുണീഷ്യ, സിറിയ എന്നിവിടങ്ങളിൽ പലയിടത്തും ആക്രമണം തുടരുന്നുമുണ്ട്. യമനിലെ സനാ വിമാനത്താവളത്തിനും ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 35ആയി. ഇസ്രായേലിന്റെ നിലപാടിനെതിരെ കൂടുതൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പിന്തുണ തേടുകയാണ് ഖത്തർ. രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്തുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ നിന്ന് ശാശ്വതമായി പരിഹാരം കാണുകയാണ് ലക്ഷ്യം. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഖത്തറിന്റെ ആവശ്യം. ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിന് പിന്നാലെ ഗൾഫ് മേഖല അപകടത്തിലാണെന്നും അറബ് രാജ്യങ്ങളിൽ നിന്ന് കൂട്ടായ പ്രതികരണം ഉണ്ടാകണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഹമാസ് നേതാക്കൾക്കായി ഓഫീസ് അനുവദിച്ചത് ഗസ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായാണെന്നും ഖത്തർ വിശദീകരിക്കുന്നു. അതിനിടെ ഖത്തർ ആക്രമണത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതൃപ്തി അറിയിച്ചു. ആക്രമണത്തിന് ശേഷം ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇസ്രായേൽ നീക്കം ബുദ്ധിപരമായിരുന്നില്ലെന്ന് ട്രംപ് കുറ്റപ്പെടുത്തിയത്. ആക്രമണ വിവരം നിമിഷങ്ങൾക്ക് മുൻപ് മാത്രം അറിയിച്ചതിലും ട്രംപ് അതൃപ്തി അറിയിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലഭിച്ച അവസരം ഉപയോഗിക്കുകയായിരുന്നുവെന്ന് നെതന്യാഹു മറുപടിയും നൽകി. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇരുവരും നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരം വാൾ സ്ട്രീറ്റ് ജേർണലാണ് പുറത്തുവിട്ടത്. അതിനുശേഷം ഇരുവർക്കുമിടയിൽ നടന്ന രണ്ടാമത്തെ ഫോൺ സംഭാഷണം സൗഹൃദപരമായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.